അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസീൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ 40-ാമത്തെ വചനത്തിൻ്റെ അവസാനം ശിക്ഷകളെക്കുറിച്ച് ഹസ്രത്ത് ഖലീഫത്തുള്ള ഹ്രസ്വരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. പണിഷ്മെൻറ്റ്, ശിക്ഷ. There are two kinds of punishment like explained before. മുമ്പ് വിശദീകരിച്ചതുപോലെ 2 രീതിയിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ട്. Where one would dwell eternally in hell. നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ അനന്തമായി കഴിയേണ്ടി വരും. ആ 2 രീതിയിലുള്ള ശിക്ഷകളെക്കുറിച്ച്, അതിൻ്റെ കുറ്റം എന്താണ് എന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള നമുക്ക് വിശദമാക്കുന്നു. ദോസ് ഹൂ അസോസിയേറ്റ് അതർ ഗോഡ്സ് ഓർ ഗോഡസസ്. യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ അല്ലാതെ മറ്റ് ദൈവങ്ങളെ, മറ്റ് ദേവന്മാരെ അല്ലെങ്കിൽ ദേവിമാരെ, ഗോഡ്സ് ഓർ ഗോഡസസ്, മറ്റ് ദേവന്മാരെയോ ദേവിമാരെയോ. അവരൊക്കെ മനുഷ്യരായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി. അങ്ങനെയുള്ള മരണപ്പെട്ടു പോയ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ ആരാധിക്കുന്ന നടപടിയുണ്ട് വെച്ച് പുലർത്തുന്നവർ. ദോസ് ഹു അസോസിയേറ്റ് അതർ ഗോഡ്സ്, മറ്റ് ദൈവങ്ങളെ ദൈവമായിട്ട് പങ്കുചേർക്കുന്നവർ. ടു അള്ളാഹുവിനോട്, അതായത് ദേ കമ്മിറ്റ് ഷിർക്ക്, അതിന് ഷിർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഷിർക്ക് ചെയ്യുന്നവരെ അല്ലാഹു തആല എറ്റേണലായിട്ട്, അനന്തമായിട്ട് ശിക്ഷിക്കുന്നതാണ്. ദോസ് ഹു റിജക്ട് ദ സയൻസ് ആൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് അള്ളാഹ് ത്രൂ ഹിസ് ചോസൻ വൺസ്. അള്ളാഹു തിരഞ്ഞെടുക്കുന്ന, ത്രൂ ഹിസ് ചോസൻ വൺസ്, അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയിലൂടെ അള്ളാഹു തആല അവൻ്റെ അടയാളങ്ങളും അവൻ്റെ ദൃഷ്ടാന്തങ്ങളും കാണിക്കുമ്പോൾ അതിനെ നിരസിക്കുന്നവരെ, അതായത് പ്രവാചക നിഷേധികളെ അള്ളാഹു അനന്തമായി ശിക്ഷിക്കുന്നതാണ്. ദോസ് ഹു റിജക്ട്സ് ദ സയൻസ് ആൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും നിരസിക്കുന്നതായ ആളുകൾ. ത്രൂ ഹിസ് ചോസൻ വൺസ്. വീഡിയോ ആരോ ഓൺ ചെയ്തേക്കുന്നില്ല. ഓക്കെ. ഷംസുദ്ദീൻ സാഹിബാണോ? ഷംസുദ്ദീൻ സാഹിബിൻ്റെ ഓഡിയോ ഓൺ ആണെന്ന് തോന്നുന്നു, ഒന്ന് ഓഫാക്കണേ.
അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിക്കുക എന്നത് അത്യധികം കുറ്റകരമായ കാര്യമായി അതിനെ ഷിർക്കായി അള്ളാഹു കണക്കാക്കുന്നു. അതുപോലെ പ്രവാചകന്മാർ അള്ളാഹുത്താല തിരഞ്ഞെടുക്കുന്ന ആളിലൂടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും കാണിക്കുമ്പോൾ അത് എത്തിക്കുമ്പോൾ അതിനെ നിരസിക്കുന്നതായ ആ ആളുകൾ, അതായത് പ്രവാചക നിഷേധികൾ, ഇവർ നരകത്തിൽ ശാശ്വതവാസികളായിരിക്കുമെന്നാണ്. one would dwell eternally in hell. ഇനി ഫോർ അതർ സിൻസ്, ഇനി മറ്റ് ചില തെറ്റുകൾ, കുറ്റങ്ങൾ, പാവങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതായ ആളുകളുണ്ട്. ദ റോങ് ഡൂയേഴ്സ് വിൽ ബെനിഫിറ്റ് ഹെൽ ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഫോർ സ്പിരിച്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ക്യൂർ. ആത്മീയ ചികിത്സയ്ക്കും ഭേദമാക്കാനുമായി ഒരല്പകാലം നരകത്തിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അത് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്ന ആളുകളാണ്. അവരുടെ തെറ്റുകുറ്റങ്ങൾക്ക് ഉള്ള ആത്മീയ ചികിത്സ നടത്തി ഭേദമാക്കി അവരെ നരകത്തിൽ നിന്നും അല്ലാഹു മുക്തമാക്കുന്നതാണ്. അപ്പോൾ രണ്ട് ഗുരുതരമായ തെറ്റുകളുണ്ട്. ഒന്ന് പ്രവാചകനെ നിഷേധിക്കുക എന്നുള്ളത്, മറ്റൊന്ന് ദൈവത്തിന് സമന്മാരായ മറ്റ് ദേവന്മാരെയോ ദേവിമാരെയോ മറ്റ് ദൈവങ്ങളെയോ തന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ച് ആരാധന നടത്തുക. ഈ രണ്ട് ഗുരുതരമായ തെറ്റുകൾക്ക് എറ്റേണൽ ഹെൽ ആണ് വിധിക്കുന്നത് എന്നും മറ്റ് സാധാരണ തെറ്റുകൾ ഒരുപാട് മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറേ കാലം നരകത്തിൽ അവർ ചെയ്ത കുറ്റങ്ങൾ മാപ്പാക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ചികിത്സ നടത്തി അവരെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ഈ രണ്ട് രീതിയിലുള്ള ശിക്ഷയും കഠോരം തന്നെയാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവൻ്റെ കൽപ്പനകൾ 700 കൽപ്പനകളും അതിലേതെങ്കിലും ഒരു കൽപ്പന നമ്മൾ നിഷേധിക്കുമ്പോഴും നമ്മൾ എന്തായി കഴിഞ്ഞു, നമുക്ക് തെറ്റ് ചെയ്യുന്നവരുടെ ഗണത്തിലേക്ക് ആകുകയാണ്. അപ്പോൾ നമ്മൾ ആരോടാണ് നമ്മൾ മിത്രങ്ങളായി കഴിയേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചു കൊള്ളണം. അത് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും നമ്മൾ ആരൊക്കെയായിട്ട് നമുക്ക് മിത്രഭാവത്തിൽ കഴിയാം, ശത്രുതയിൽ ആരുമായിട്ടും നമുക്ക് കഴിയണ്ട. പക്ഷേ അവർ ചെയ്യുന്ന ചെയ്തികളും അവരുടെ രീതികളും പ്രവാചക നിഷേധം അവരിൽ അടങ്ങിയിട്ടുണ്ടോ എന്നും അതുപോലെ ബഹുദൈവ ആരാധന അവർ നടത്തുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും വളരെ ഗുരുതരമായ തെറ്റാണ്. അതിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ആ സഹോദരങ്ങളെയും ഏകദൈവത്തിലേക്കും ശാശ്വതമായ രക്ഷാമാർഗത്തിലേക്കും ക്ഷണിക്കുന്നതിന് പര്യാപ്തമായ നടപടികളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അടുത്തത് സൂറ ബക്കറയിലെ 41-ാമത്തെ വചനമാണ്. പ്രസ്തുത വചനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പ്രവേശിക്കാമെന്ന് കരുതുന്നു. അല്ലാഹു തആല നമുക്ക് യഥാർത്ഥമായ ദീനീബോധം നൽകി യഥാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തി മാനവകുലത്തെ രക്ഷപ്പെടുത്തുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.